അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. സ്റ്റേജിൽ വെച്ച് ചെറുപ്പശ്ശേരിയാണ്. പ്രിയപ്പെട്ട അബികൾ എപ്പോൾ ഏർവാടി ദർഗയിൽ നിൽക്കണട്ടാ. അപ്പോൾ ഏർവാടി ദർഗ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു 100 മീറ്റർ 150 മീറ്റർ അപ്പുറത്താണ്. ഇവിടെ ഒരു പള്ളിയാണ്, മസ്ജിദ് കാണാം. ഇവിടെ ഇത് കാട്ടുപള്ളിക്കുള്ള റോഡാണ്, ഇതേ റോഡ്. ഇതിനെ പോയി കഴിഞ്ഞാൽ നമുക്ക് 3 സെൻറ്റ് മുതൽ ചെറിയ ചെറിയ വീട് വെക്കാൻ പറ്റിയ സ്ഥലം ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ 3 സെൻറ്റോ 4 സെൻറ്റോ 5 സെൻറ്റോ വേണ്ടി നല്ല ഫ്ലാറ്റ് കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മേടിച്ചോളിട്ടാണ്. ഇതാണ് ഈ റോഡ്. ഇതൊരു സ്കൂളാണ്. ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് പോയൊക്കെ തന്നെ പറയാൻ പറ്റുള്ളൂ. നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വീഡിയോ ഇടുന്നതേ. അപ്പോൾ ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടെന്ന് ഞാൻ വണ്ടിയിൽ ഇങ്ങനെ പോയി നോക്കിയിട്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ പോയിൻ്റാണ് പറഞ്ഞു തരും. പോരെ. ഇതാണ് സ്കൂൾ. ഇത് കാട്ടുപള്ളിക്കുള്ള റോഡാണ്. ഈ റോഡാണ് നമ്മുടെ പ്രോപ്പർട്ടി കിടക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പോയിട്ട് കാണുക, കണ്ടിട്ട് എൻ്റെ ബാക്കി കാര്യങ്ങൾ പറയാം. ചെറിയ വിലയുള്ളൂ, പോയി വെക്കുക അല്ലേ ചെറിയ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അഭിമളെ, ഇതാണ് നമ്മുടെ ഏർവാടി ദർഗയുടെ കവാടം. മനസ്സിലായില്ലേ? ഇവിടുന്ന് നമുക്ക് ഈ ഏർവാടി ദർഗയുടെ അവിടുന്ന് കറക്റ്റ് 1.5 കിലോമീറ്ററാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന പ്രോപ്പർട്ടിക്കുള്ള ദൂരം. അപ്പോൾ എല്ലാ വാഹനത്തിനും എല്ലാ സൗകര്യം ഉണ്ടെന്ന് കാണുക. അപ്പോൾ ഇതാണ് നമ്മുടെ ജംഗ്ഷനിൽ നിന്ന് വരുന്ന റോഡ്. കേട്ടോ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇവിടെ നമ്മുടെ കാട്ടുപള്ളി, ഇതാണ് ഈ കാട്ടുപള്ളി എന്ന് പറഞ്ഞത്. കേട്ടോ, അതിൻ്റെ ഗേറ്റാണ് ഇവിടെ. ഇതാ ഈ ഗേറ്റ്. അപ്പോൾ നമുക്ക് പോകേണ്ടത് ഏതിനാണ്? നമുക്ക് ഈ റോഡിനാണ് പോകേണ്ടത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ തൊട്ട് അപ്പുറത്തായിട്ടാണ്, ഇതാണ് കാട്ടുപള്ളി കണ്ടില്ല. അപ്പോൾ ഇതിൻ്റെ തൊട്ട് അപ്പുറത്തായിട്ടാണ് നമുക്ക് കൊടുക്കാനുള്ള സ്ഥലം. ഇതിനെ ഒന്നുകൂടി പോയി ഒക്കെ കറക്റ്റ് ദൂരം ഞാൻ ആ സ്പോട്ടിലെത്തിയിട്ട് പറഞ്ഞു തരും. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ, നമ്മുടെ ഫ്ലോട്ടിലേക്ക് കിടക്കുകയാണ് കേട്ടോ. ഇതിൽ ഏതെടുത്താലും 1.30, ഏതെടുത്താലും 1,30,000. കേട്ടോ, ഗവൺമെൻറ് അപ്രൂവലുള്ളതാണ്. എല്ലാ പേപ്പർസും ക്ലിയറാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ചില ഫ്ലോട്ടുകളൊക്കെ കൊടുത്ത് ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. കേട്ടോ, ഇതാണ് അത് ഗവൺമെൻറ് അപ്രൂവലുള്ളതാണ്. നമുക്ക് സൗകര്യങ്ങൾ ഏറുള്ളതാണ്. അതും കൂടെ നിങ്ങൾ അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് സ്ഥലം ഒന്ന് ഫുള്ളായിട്ട് കാണുക. എല്ലാ ഭാഗത്തു കൂടി റോഡാട്ടോ. എല്ലാ ഭാഗത്തു കൂടി റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ 1 വേ ആയിട്ട് ഇങ്ങനെ വരും ചെയ്യാം. ഇൻഷാ അല്ലാഹ് പോവുക. അപ്പോൾ ആ വെള്ള ബോർഡ് കാണുന്നില്ലേ, അവിടെയാണ് നമ്മുടെ ടാറിങ് റോഡ്. കേട്ടോ, നമ്മൾ വന്ന ആദ്യം അവിടുന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഏർവാടി ദർഗൻ്റെ അവിടുന്ന് നമുക്ക് 1.5 കിലോമീറ്ററാണ് ദൂരം. വണ്ടിയിൽ നോക്കിയപ്പോൾ 1.5 കിലോമീറ്ററാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് നല്ല വീതിയുള്ള റോഡാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. കേട്ടോ, എത്ര വീട്? 30 അടിയാണ്. 30 അടി റോഡാണ് ഇതിനൊക്കെ എല്ലായിടത്തും കൂടി കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ പ്രിയപ്പെട്ട അഭിപ്രായങ്ങളെ? ഇതിൽ നമുക്ക് 3 സെൻറ്റ് വേണോ 5 സെൻറ്റ് വേണോ 10 സെൻറ്റ് വേണോ നിങ്ങൾ തീരുമാനിച്ചോളി. കാരണം നിങ്ങൾ തീരുമാനിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ കിട്ടിയതാണ്. കാരണം വീട് വെക്കാൻ പെർമിഷൻ കൊടുത്തു, അപ്രൂവൽ ആയതിനാൽ അതങ്ങനെയാണ്. അതുകൊണ്ടാണ് നമുക്ക് 30 അടി റോഡൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഫ്ലോട്ടാക്കി തിരിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു സെൻറ്റ് സ്ഥലത്തിന് ഒരു 3 സെൻറ്റിന് 6 ലക്ഷം വരിക. ഒരു സെൻറ്റ് 2 ലക്ഷം റുപ്യ വീട് വെക്കാൻ. അപ്പോൾ 3 സെൻറ്റ് മുതൽ നിങ്ങൾക്ക് 4 5 സെൻറ്റ്. കാരണം നമ്മുടെ മലയാളികൾ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യക്കാർ അവർക്കൊക്കെ താമസിക്കാൻ അനുയോജ്യമായ സ്ഥലമാണ്. മാത്രമല്ല നമുക്ക് ഏർവാടിയിൽ വന്നു കഴിഞ്ഞാൽ ഒരു വീട് വെക്കണം. എപ്പോഴെങ്കിലും മാസത്തിലൊക്കെ വരുന്ന ആൾക്കാരുണ്ട് ഇവിടെ. മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ വരുന്ന ആളുകളുണ്ട്. അതേപോലെ ആഴ്ചയ്ക്ക് വരുന്ന ആളുകളുണ്ട്, വണ്ടി കൊണ്ട് വരുന്ന ആളുകളുണ്ട്. പലവരും ഞാൻ ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞു. അപ്പോൾ അവർക്കൊക്കെ ഒരു വീട് വെച്ച് താമസിക്കാനൊക്കെ അനുയോജ്യമായ സ്ഥലമാണ്. കണ്ടോ, കാരണം വീട് ആയിക്കഴിഞ്ഞാൽ പിന്നെ വാടക കൊടുക്കണം, റൂം അന്വേഷിക്കണം എന്നുള്ള ചിന്താഗതി വേണ്ട. അപ്പോൾ നമുക്കൊരു 3 സെൻറ്റ് വാങ്ങണമെങ്കിൽ ഒരു 6 ലക്ഷം റുപ്യ, ഒരു 6 ലക്ഷം റുപ്യ ഒരു ചെറിയൊരു വീടും കെട്ടാം. കാരണം എപ്പോഴെങ്കിലും അപ്പോൾ ഒരു 10-12 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു ഭവനം നമുക്ക് നമ്മുടെ ഏർവാടി ഇബ്രാഹിം ബാദ്ഷാൻ്റെ സൈ. മാത്രമല്ല നമ്മൾ കാട്ടുപള്ളി വഴിയാണ് വന്നത്. അതേപോലെ തന്നെ കഞ്ഞിപ്പര ഇവിടെ ഉണ്ട്. അത് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കഞ്ഞിപ്പള്ളി. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അഭിമുഖം, എൻ്റെ കൂടെ നമ്മുടെ ഉമ്രാക്കയൊക്കെ വന്നിട്ടുണ്ടേ. അപ്പോൾ അങ്ങനെ ഉമ്രാക്ക ഇവിടെ ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഇതാണ് മുതൽ. അപ്പോൾ ഇതിൽ ചില ഫ്ലോറുകൾ കൊടുത്തതുണ്ട്, ചിലത് കൊടുക്കാത്തതുണ്ട്. അപ്പോൾ നേരിട്ട് വരിക. ഞാനിതിൻ്റെ ഇവിടുത്തെ ആളെ നമ്പർ തരും. നിങ്ങൾ നേരിട്ട് വരിക, അന്വേഷിക്കുക. അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾ അദ്ദേഹവുമായിട്ട് സംസാരിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ, ചാനൽ കാണും ഓരോരുത്തരും ഇത് ഷെയർ ചെയ്യുക മറ്റുള്ള ഗ്രൂപ്പുകൾക്ക്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എയർപോർട്ട് സൗകര്യങ്ങളൊക്കെ 1 കിലോമീറ്റർ ചുറ്റളവിൽ വരികയാണ്. 1.5 കിലോമീറ്റർ ചുറ്റളവിലാണ് വരുന്നത്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ വരാനും പോകാനൊക്കെ ഒന്നും കൂടി സൗകര്യമായി. കാരണം പ്രവാസികളോ മറ്റുള്ള ഭാഗത്തു നിന്നൊക്കെ വരുന്നവർക്ക് വരാനും പോകാനൊക്കെ സൗകര്യമായി. വേറൊരു കാര്യം പറയുന്നത്, DTCP ഒന്ന് നെറ്റിൽ വേണമെങ്കിൽ തന്നെ ഒന്ന് സെർച്ച് ചെയ്തോളൂ. DTCP ആയിട്ട് നമുക്ക് അപ്രൂവൽ കിട്ടിയതാണ്. DTCP അപ്രൂവൽ കിട്ടിയ ഫ്ലാറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് നെറ്റിൽ അടിച്ചു നോക്കി അറിയാം. മാത്രമല്ല 3 സെൻറ്റ് 4 സെൻറ്റ് 5 സെൻറ്റ് അങ്ങനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ 5 സെൻറ്റ് വാങ്ങുന്നവനാലും 3 സെൻറ്റ് വാങ്ങുന്നവനാലും 3 സെൻറ്റ് മുതൽ നമ്മൾ കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ലൈറ്റ് സോളാറിൻ്റെ ഇത് ടാറിങ് ഉണ്ടാ? ടാർ ഗവൺമെൻറ് ചെയ്യും. ഓക്കെ. ഡ്രൈനേജ് ഉണ്ട്, ടാറിങ് ഗവൺമെൻറ് ചെയ്യും എന്നുള്ള ഇതിലൊക്കെയാണ്. അപ്പോൾ ആ അപ്രൂവൽ DTCP എന്നുള്ള അതിൽ അടിച്ചു നോക്കി അറിയാം. എങ്ങനെ?
അതല്ലേ EB കൊടുത്തിട്ടുണ്ട്. വെള്ള സൗകര്യം എല്ലാം അതെല്ലാം ഗവൺമെൻറ് ചെയ്തു തരും അല്ലേ? അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം. കൊടുത്തു. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നതാണ് പറയുന്നത്. അപ്പോൾ അതേപോലെ സ്ട്രീറ്റ് ലൈറ്റ് കണ്ടില്ലേ, നമുക്ക് രാത്രി കഴിഞ്ഞപ്പോൾ ഈ ഇത്രയും വീതി കൂടിയ റോഡല്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ 2 വണ്ടി പാസ് ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് നടക്കാൻ വ്യായാമത്തിനൊക്കെ, കാരണം ഇപ്പോൾ ഡോക്ടർമാരൊക്കെ പറയണമെന്ന് അറിയാം ഒന്ന് നടക്കുന്ന പറഞ്ഞത്. അപ്പം തെങ്ങത്തെ റോഡൊക്കെ നല്ല സൂപ്പറായി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ റൗണ്ടിങ് വരികയാണ്. അപ്പം ഇങ്ങനെ നടന്നിങ്ങനെ പോകും, വ്യായാമത്തിനൊക്കെ നല്ല സൂപ്പറാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യുക. നല്ല റോഡാണ്. ദർഗയുടെ ദൂരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 1.5 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് നമുക്ക് ദർഗ കിടക്കുന്നത്. അതേപോലെ ഈ കാട്ടുപള്ളി കിടക്കുന്നത് ഇവിടെ അടുത്താണ്. അതേപോലെ കഞ്ഞിപ്പള്ളി, അങ്ങനെ എല്ലാം ഉണ്ട്. ഇനി കീഴക്കരക്ക് ഇതിയ ഷോർട്ട് വഴിയുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് തുടർന്ന് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കിടക്കുക. വിലയൊക്കെ വളരെ കുറവാണ് കേട്ടോ. വില വളരെ കുറവ് പറഞ്ഞാൽ നമുക്ക് എത്രയാണ്? 1 സെൻറ്റിന് 1.30 ഫൈനൽ റേറ്റാണ് കേട്ടോ. അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഫ്ലാറ്റ് ഇവിടെ കൊടുത്ത് നിൽക്കുന്നത് പള്ളിക്ക് വേണ്ടിയിട്ടാണ്. പള്ളിക്ക് അവിടെ സ്ഥലം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിൽ തന്നെ ഒരു പള്ളി അല്ല. അപ്പോൾ ഏർവാടിയെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, തൊട്ടടുത്തൊക്കെ പള്ളികളാണ്. അപ്പോൾ ഇതിലും ഒരു പള്ളിക്കുള്ള സ്ഥലം അവിടെ ഒഴിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പം എൻ്റെ പ്രിയപ്പെട്ട അഭിമാനോട് പറയുന്നത് ഇതിൻ്റെ വിലയും കാര്യങ്ങളാണ്. ഇതിന് വില ആദ്യമൊക്കെ പറഞ്ഞ് 2 ലക്ഷം റുപ്യ ഇതിൻ്റെ ഉണ്ട്. അപ്പോൾ ഞാൻ ആ ധാരണയിൽ ഇങ്ങനെ പോന്നു. വില അതത്രയൊന്നും ഇല്ലട്ടില്ലേ. 1,30,000 റുപ്യ 1,30,000 റുപ്യ 1 സെൻറ്റിൻ്റെ വില. 3 സെൻറ്റ് വാങ്ങുന്ന ആൾക്ക് 390 വരിക. 390 വിത്ത് നമ്മുടെ പൈസ അടക്കം ഒരു 4 റുപ്യക്ക് നിങ്ങൾക്ക് ഒതുങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അഭികളെ ചാനലെല്ലാം ഷെയർ ചെയ്തോളൂ. അതേപോലെ തന്നെ ഇവിടുന്ന് നമ്മുടെ കീഴക്കരയ്ക്ക് ഉള്ള അടുത്താണ്, ഇതേ ഷോർട്ട് വഴിയുണ്ട്. അങ്ങനെ എല്ലാ ഭാഗത്തും കൂട്ടും. അപ്പോൾ നല്ലൊരു ഏരിയയിലാണ് ഇപ്പോൾ ഇത് കിടക്കുന്നത്. 1 സെൻറ്റിൻ്റെ വില 1,30,000 റുപ്യ. അപ്പോൾ 3 സെൻറ്റ് വേണോ, 5 സെൻറ്റ് വേണോ, 6 സെൻറ്റ് വേണോ നിങ്ങൾ തീരുമാനിച്ചോളി. അപ്പോൾ നമുക്ക് ടോട്ടൽ ഒരു 10 ലക്ഷം രൂപയുണ്ടെങ്കിൽ സ്ഥലവുമായി വീടുമായി. 10 ലക്ഷം ഉണ്ടെങ്കിൽ വീടും സ്ഥലവും നമുക്കായി കഴിഞ്ഞു. കാരണം നമ്മളിവിടെ ചെറിയൊരു വീടുകളെ കിട്ടുള്ളൂ. 400-500 സ്ക്വയർ ഫീറ്റിൽ ഒരു ബെഡ്റൂമിലുള്ള വീടൊക്കെ കയറ്റാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ എന്നോട് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഷെയർ ചെയ്യുന്നുള്ള വിശ്വാസത്തോടു കൂടി അടുത്ത വീഡിയോ കാണും വരയ്ക്കും. കുലുക്കും. മാസ്സലാം.